എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമുക്കൊരു സാധനം പറിക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ നഴ്സറിയാണ്. അപ്പോൾ നഴ്സറിയുടെ അടുത്തായിട്ട് ഒരു സാധനം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പറിക്കാം. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സാധനമാണ്, പക്ഷെ എന്നാലും നമുക്കൊന്ന് പറിക്കാമെന്ന് വിചാരിച്ച് പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലുള്ള പാർക്ക്. പാർക്ക് എന്ന് പറഞ്ഞാൽ നഴ്സറിയോട് കൂടിയിട്ടുള്ള പാർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വൈകിട്ടൊക്കെ പോയി മക്കളെയും കൊണ്ടൊക്കെ പോയിരുന്ന് കളിക്കാറൊക്കെ ഉണ്ട്. ഇവിടെ പിള്ളേർ കളിക്കുന്നതിന് നല്ല നോയ്സ് ഉണ്ട്. ക്ഷമിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ പിള്ളേർ സെറ്റ് എല്ലാവരും എൻ്റെ കൂടെ പുറകെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്താ വീഡിയോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇത് വേറൊന്നുമല്ല, കരിമ്പാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്, പക്ഷെ നമുക്ക് ഇതൊരെണ്ണം ഒടിച്ചെടുക്കാം. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അപ്പൂസിന് കൊടുക്കാനായിട്ട് ഇതൊരെണ്ണം നമുക്ക് ഒടിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ജാനുകുട്ടി മൾബറി പറിക്കുന്നുണ്ട്. മൾബറി പഴം ഇവിടെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതാരും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല, ആരും വെച്ച് പിടിപ്പിച്ചേക്കുന്നതുമല്ല, തന്നെ കിളുത്തുണ്ടായി വന്നതാണ് കേട്ടോ. അപ്പം അതിൽ നിന്ന് പഴുത്ത മൾബറിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു കരിമ്പ് ഒടിച്ച് നോക്കാം. എനിക്കിത് ചൊറിയോന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കിതൊന്ന് ഒടിച്ച് നോക്കാം. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കയ്യിലൊരു സാധനം കിട്ടിയത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ തിന്നുന്നതും കാണുന്നതും. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു കഷ്ണം മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ആദ്യം തിന്നപ്പോൾ നല്ല പുളിയായിരുന്നു, അതിലേക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒരെണ്ണം തിന്ന ശേഷം ഞാൻ അതൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളി ഒട്ടും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു സ്വീറ്റായിരുന്നു കേട്ടോ തോന്നിയത്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു തൈ നമുക്ക് വാങ്ങിക്കണം എന്തായാലും. സൂപ്പർ സാധനമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാങ്ങ കഴിച്ച് നോക്കിയപ്പോൾ മാങ്ങയ്ക്ക് നല്ല മധുരമായിരുന്നു. നല്ല പുളിയൻ പച്ച മാങ്ങയായിരുന്നു, എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളം കുടിച്ചപ്പോൾ വരെ നമുക്ക് ഒരു സ്വീറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കരിമ്പൊന്ന് ഒടിച്ചെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റാണ്. നല്ല രീതിയിൽ തന്നെ ഞാൻ ബലം കൊടുത്ത് ഒടിഞ്ഞ് പോന്നിട്ടുണ്ട്. നമുക്കിനി നോക്കാം മധുരം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. എനിക്ക് വലിയ സാധനം, ഇതിൻ്റെ ജ്യൂസാണെങ്കിലും എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാലും ഞാനങ്ങനെ അധികം കഴിക്കില്ല കേട്ടോ. എനിക്ക് എന്തോ ഇതിൻ്റെ ഫ്ലേവർ അത്ര വലിയ പിടുത്തമില്ല. പക്ഷേ ഇത് ഒടിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ അതിൻ്റെ ഒരു വെള്ളപ്പൊടി പറ്റിയിട്ടാണോ എന്നറിയില്ല, കൈക്ക് ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചിമാരാണ് വീഡിയോയൊക്കെ എനിക്കെടുത്ത് തന്നത് കേട്ടോ. പിന്നെ പിള്ളേർ സെറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം എൻ്റെ കയ്യിൽ പറ്റിയപ്പോൾ മുതലേ എനിക്ക് ചെറിയ ചൊറിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരിമ്പൊക്കെ കുടിച്ച് ഇരുന്നപ്പോഴാണ് ബാക്കിൽ മൊത്തം വലിയ മലകളും കാടുകളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷ്വൽ വെറുതെ ചേച്ചി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കരിമ്പൊക്കെ പറിച്ചു. കരിമ്പൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോരാം എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് പിള്ളേർ സെറ്റ് പറയുന്നത്, ചേച്ചി അവിടെ ഒരു സൂപ്പർ സാധനമുണ്ട്, നമുക്കതും കൂടി ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളുമാർ ഫ്രണ്ടിലോടി, ഞാൻ പുറകെ ക്യാമറയും കൊണ്ട് എന്താണെന്നറിയാൻ വേണ്ടി പുറകെ വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മുടെ നഴ്സറിയുടെ മുകളിലെത്തിയപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് കണ്ടത്. ഭയങ്കര രസമുള്ളൊരു, എനിക്ക് ഫോണിലെ ക്യാമറയിൽ എത്രമാത്രം അത് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടെന്നറിയില്ല. പക്ഷേ നമ്മുടെ കടലാസ് റോസ മൊത്തം പൂത്തിട്ട് ചാഞ്ഞ് കിടക്കുകയാണ് ആ ഭാഗത്തേക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ പിള്ളേർ സെറ്റ് പറയുമായിരുന്നു നമുക്ക് റീൽസൊക്കെ ഷൂട്ട് ചെയ്യാം ഇവിടെ വന്നിട്ട് എന്നൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. എനിക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം റീൽസ് എടുക്കാനുള്ള സ്പേസൊന്നും ഇല്ല, എന്നാൽ പോലും നമുക്കെന്തായാലും അവിടെ വന്നിട്ട് കുറച്ചുകൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ ഒരു കൊച്ചു വീഡിയോയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.